നമ്മൾ പൊന്നാനി ആർപ്പിന്റെ അടുത്ത് ഗുദാമിന് മുന്നേട്ടാ ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഒരു പഴയ കോടതി ഉണ്ട്, എല്ലാം ഒന്ന് കാണിച്ചു. ഗുദാമിനെ കുറിച്ച് നമ്മൾ പലരും കേട്ടിട്ടുണ്ടോ? ഇവനേത് ഗുദാമിൽ പോയി കിടക്കുകയാണെന്നുള്ള ഡയലോഗാവും. പണ്ട് കാലങ്ങളിൽ പൊന്നാനിയിൽ ചരക്കുകൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഗോഡൌണാണിത്. പാണ്ഡ്യശാല എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഒരുപാട് ചരിത്രാവശേഷിപ്പുള്ള മലപ്പുറത്തെ പൊന്നാനിയിലാണ് ഈ ഗുദാം ഉള്ളത്. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ആൽമരങ്ങൾ വിഴുങ്ങി 6 മുറികളുള്ള ഒരു ബിൽഡിംഗ്. ഏതാണ്ട് 65 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ഗുദാമിന്. അരനൂറ്റാണ്ടിന് മുൻപ് പൊന്നാനി ഒരു തുറമുഖമായിരുന്നു. മത്സ്യബന്ധത്തിനപ്പുറം വിവിധയിനം ചരക്കുകൾ വന്നുപോയിരുന്ന ഒരിടം. തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ മറ്റുള്ള നാടുകളിൽ നിന്നും ചുരം കടന്ന് ഭാരതപ്പുഴയുടെ വന്നിരുന്ന ചരക്കുകളും ഇറക്കി വെച്ചിരുന്നത് ഈ ഗുദാമിലായിരുന്നു. മലമ്പുഴ ഡാം പോലെയുള്ള ഡാമുകൾ വന്നതാൽ പുഴ സഞ്ചാരയോഗ്യമല്ലാതായി. വിവിധ നാടുകളിൽ നിന്ന് വന്നിരുന്ന ചരക്കുകൾ പത്തേമാരിയിലും പായ്ക്കപ്പലിൽ കയറ്റി ബോംബെ, കൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മുംബൈയിലേക്കുള്ള ചരക്കുകൾ എത്താൻ 8 ദിവസം മുതൽ 15 ദിവസം വരെ സമയം എടുത്തിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ചരക്കുകൾ വാങ്ങുവാനും വിൽക്കുവാനും റെയിൽവേ ഗതാഗതവും കരഗതാഗതവും സജീവമായതിനാൽ ഗുദാമുകൾ പല ഭാഗത്തും കാലഹരണപ്പെട്ടു തുടങ്ങി. എന്നാൽ ഇപ്പോൾ ധാരാളം വെഡിംഗ് ഫോട്ടോഷൂട്ടുകൾക്കും വൈകുന്നേരങ്ങളിൽ ഫ്രണ്ട്സ് ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടായി മാറി നമ്മളെ പൊന്നാനിയിലെ ഈ ഗുദാം. ഗുദാമിന്റെ തൊട്ട് മുൻപിൽ തന്നെയുള്ള ഈ ബിൽഡിംഗ് പഴയ കോടതി എന്നാണ് പറഞ്ഞു കേട്ടത്. നിലവിൽ